എല്ലാ മാസവും കൃത്യമായി വരുന്നതുകൊണ്ട് പരിഗണന കിട്ടാത്ത ഒരു കാര്യം പറയട്ടെ. ആർത്തവ വേദന അല്ലെങ്കിൽ പീരീഡ്സ് പെയിൻ. ഡിസ്മെനോറിയ രണ്ട് തരമുണ്ട്: പ്രൈമറി ഡിസ്മെനോറിയ, സെക്കൻഡറി ഡിസ്മെനോറിയ. പ്രൈമറി ഡിസ്മെനോറിയ എന്ന് പറയുമ്പോൾ ആർത്തവം നടന്ന കാലം മുതൽ ഉണ്ടാവുന്ന വേദനയാണ്. ഇത് അടിവയറ് വേദന അല്ലെങ്കിൽ നടുവേദന, കാലിലേക്ക് വേദന വരിക, പീരീഡ്സിന്റെ സമയത്ത് തലവേദന ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവാം. ഇതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. എന്നാൽ സെക്കൻഡറി ഡിസ്മെനോറിയയിൽ എന്തെങ്കിലും അസുഖം കാരണമായിരിക്കാം ആർത്തവ സമയത്ത് അതികഠിനമായ വേദന ഉണ്ടാവുന്നതും നമ്മുടെ ദൈനംദിന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം വരെ ഉണ്ടാവുന്നതും. ഫൈബ്രോയിഡ് അല്ലെങ്കിൽ PID, എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ്, ഫെലോപ്പിയൻ ട്യൂബിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇതൊക്കെ ആയിരിക്കാം അതിന് കാരണം. അതുകൊണ്ട് എല്ലാ മാസവും വരുന്നതല്ലേ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാനായിട്ട് വരട്ടെ. കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, ചികിത്സയെടുക്കുക. ഹോമിയോപ്പതിയിലെ ചികിത്സകൾ ലഭ്യമാണ്, പാർശ്വഫലങ്ങളില്ലാത്ത ചികിത്സകൾ ലഭ്യമാണ്. കൂടുതൽ വീഡിയോസിന് ഫോളോ ചെയ്യൂ. എല്ലാ മാസവും കൃത്യമായി വരുന്നതുകൊണ്ട് പരിഗണന കിട്ടാത്ത ഒരു കാര്യം പറയട്ടെ. ആർത്തവ വേദന അല്ലെങ്കിൽ പീരീഡ്സ് പെയിൻ. ഡിസ്മെനോറിയ രണ്ട് തരമുണ്ട്: പ്രൈമറി ഡിസ്മെനോറിയ, സെക്കൻഡറി ഡിസ്മെനോറിയ. പ്രൈമറി ഡിസ്മെനോറിയ എന്ന് പറയുമ്പോൾ ആർത്തവം നടന്ന കാലം മുതൽ ഉണ്ടാവുന്ന വേദനയാണ്. ഇത് അടിവയറ് വേദന അല്ലെങ്കിൽ നടുവേദന, കാലിലേക്ക് വേദന വരിക, പീരീഡ്സിന്റെ സമയത്ത് തലവേദന ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവാം. ഇതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. എന്നാൽ സെക്കൻഡറി ഡിസ്മെനോറിയയിൽ എന്തെങ്കിലും അസുഖം കാരണമായിരിക്കാം ആർത്തവ സമയത്ത് അതികഠിനമായ വേദന ഉണ്ടാവുന്നതും നമ്മുടെ ദൈനംദിന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം വരെ ഉണ്ടാവുന്നതും. ഫൈബ്രോയിഡ് അല്ലെങ്കിൽ PID, എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ്, ഫെലോപ്പിയൻ ട്യൂബിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇതൊക്കെ ആയിരിക്കാം അതിന് കാരണം. അതുകൊണ്ട് എല്ലാ മാസവും വരുന്നതല്ലേ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാനായിട്ട് വരട്ടെ. കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, ചികിത്സയെടുക്കുക. ഹോമിയോപ്പതിയിലെ ചികിത്സകൾ ലഭ്യമാണ്, പാർശ്വഫലങ്ങളില്ലാത്ത ചികിത്സകൾ ലഭ്യമാണ്. കൂടുതൽ വീഡിയോസിന് ഫോളോ ചെയ്യൂ.